മഹല്ലുകളുടെ ബൗണ്ടറി നമ്മളുടെ നേതാക്കന്മാര് മുൻഗാമികളൊക്കെ നിശ്ചയിച്ചതാ, പടച്ചോ നിശ്ചയിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളെയും നമ്മൾ നമ്മുടെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി നിശ്ചയിച്ചെങ്കിൽ പോലും ഇത് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും പള്ളിയാണ്. ഈ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന ഭജനമിരിക്കുന്ന ഒരാള് നമ്മൾ തടയാൻ പാടുള്ളതല്ല. ആ പള്ളിയിലെ ഇബാദത്തിന് വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് കമ്മിറ്റിക്കാരുടെ ബാധ്യത. അതാണ് ഒരു പരിപാലിക്കേണ്ടവരുടെ ബാധ്യത. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക്, അല്ലാതെ ചാടിക്കേറി ഞാൻ പ്രസിഡന്റ് ആവാം, ഞാൻ സെക്രട്ടറി ആവാന്ന് പറഞ്ഞു അങ്ങനെ മത്സരിച്ച് ഇലക്ഷനിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് വിജയിച്ച് പ്രസിഡന്റായി സെക്രട്ടറിയായി ഒരു സ്ഥലത്തെ കാര്യമല്ല, പല സ്ഥലത്തെ കാര്യം പറയാൻ. അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പള്ളികളിൽ നിലവിലുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും, മേശക്കിപ്പുറത്ത് ഭരണപക്ഷം അപ്പുറത്ത് പ്രതിപക്ഷം. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന കാര്യമാണെന്ന്. അള്ളാന്റെ പള്ളി പരിപാലിക്കുന്ന കാര്യമായി പറയുന്നത്. ആ നിലയിലേക്ക് വർത്തമാനകാല പള്ളി പരിപാലകർ എത്തിച്ചേരുമ്പോൾ ഈ ഖിളർ മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ പറയുന്നു, കമ്മിറ്റിക്കാരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് നിങ്ങളേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നിസ്കരിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് ഫാൻ സൗകര്യം ചെയ്ത് തരാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ്. എനിക്ക് ലൈറ്റ് പ്രകാശം കണ്ടിട്ട് ഖുർആൻ ഓതണം. എനിക്ക് ഓടി വന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എനിക്ക് ശൗച്യം ചെയ്യാൻ അതിനകത്ത് ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ജലം അത് നിങ്ങൾ സുസജ്ജമാക്കി തരണം. എനിക്ക് ഒളു ചെയ്യാൻ, അംഗസ്നാനം ചെയ്യാൻ ഞാൻ വേണ്ടി വരുമ്പോൾ ആ പ്രദേശത്ത് എനിക്ക് വെള്ളം നിങ്ങൾ സുലഭമാക്കി തരണം. പള്ളിയിൽ എൻ്റെ മകളുടെ വിവാഹം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വരണം. അതിനാണ് ഒരു പരിപാലകനെ ഒരാൾ തിരഞ്ഞെടുക്കുന്നത്. ഇതെന്റെ വാക്കല്ലല്ലോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്.